ഈ കുറേ കഴിഞ്ഞപ്പോൾ അവളുടെ രാവുകൾ എടുത്ത രാമചന്ദ്രൻ ശശിയുടെ കൂടി നല്ല സുഹൃത്താണ്. അപ്പോൾ രാമേന്ദ്രൻ്റെ സിനിമയാണ് റിലീസ് ചെയ്യേണ്ട അടുത്ത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. രാമേന്ദ്രൻ ശശിയോട് പറഞ്ഞു, ശശി ഈ കളി തീക്കളിയാണ്, നീ അവിടെ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. എൻ്റെ കാര്യം അറിയാലോ, ഞാനങ്ങനെ വലിയ സമ്പന്നൊന്നും അല്ല, ഇതിപ്പോൾ റിലീസ് ചെയ്തിട്ട് ഗുണം പിടിച്ചാലേ കാര്യമുള്ളൂ. നീ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ആ പടം വേണ്ടാന്ന് വെക്കണ്ട. എന്തായാലും നിൻ്റെ 4-5 പടം നടക്കുന്നത് മദ്രാസിലാണ്, അതുകൊണ്ട് ആ സിനിമയുടെ ലൊക്കേഷൻ നമുക്ക് ഇവിടേക്ക് മാറ്റാം, അദ്ദേഹത്തെ വിളിച്ചു പറയാണ്. ശശി പറ അത് ശരിയായുള്ളൂ, അങ്ങനെ ഒരു കാര്യം കുഴപ്പമില്ലല്ലോ. അപ്പം ഇത് ഹരിയോട് പറയുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ അവസ്ഥ അറിയാലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ നമുക്ക് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഹരിപോത്തനെ വിളിച്ച് പറയാണ്. ഹരിപോത്തൻ ഞെട്ടുന്നു. എന്താ ശശി നീ പറയുന്നത്? ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇവിടെ സെറ്റിട്ട് കഴിഞ്ഞു, നീ പറഞ്ഞിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തിരിക്കുന്നത്, ഇനി ഒരു കാരണവശാലും ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശശി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? ഈ 4-5 പടം ഇവിടെ ഉണ്ട്, പിന്നെ നീ എന്തിനാ ഏറ്റേ? നിനക്ക് പറ്റാന്ന് പറയാറുന്നില്ലേ? നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് എങ്ങനെ പറ്റില്ല എന്ന് പറയും? ഇപ്പോഴും ഞാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. നമുക്കൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ലൊക്കേഷൻ ഒന്നും മാറണം, എന്താ കുഴപ്പം? അതുകൊണ്ട് നമുക്കിവിടെ മദ്രാസിലേക്ക് ആവാം. അപ്പോൾ പ്രൊഡ്യൂസർ പറ്റില്ല. അത് കേട്ടപ്പോൾ ഈഗോ വരില്ലേ? ശശി പറഞ്ഞു, എന്നെ വേണമെങ്കിൽ, ഞാൻ സംവിധാനം ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ മദ്രാസിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്.